ഈ മൂഡ് ഓഫ് ആയി എങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞാൽ ഒരു കല്യാണത്തിന് പോവാണ് ഗൈസ്. പോകാൻ നല്ല ഇൻട്രസ്റ്റ് ചെയ്യുന്നു. പിന്നെ ഡ്രസ്സ് മാറി തുടങ്ങിയപ്പോൾ എന്തോ ഒരു മൂഡ് ഓഫ് കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിലത്തെ കല്യാണത്തിന് എടുത്ത ഡ്രസ്സ് തന്നെയാണ് ഞാനും ആമിനൊക്കെ ഇട്ടിക്കണത് കേട്ടോ. പിന്നെ നമ്മളെ മുഖത്ത് വലിയൊരു ചക്കക്കുരു ഉണ്ടായിരിക്കണം ഗൈസ്, താടിമേൽ. പുറത്തേക്ക് കാണാൻ ഇത്രയേ ഉള്ളെങ്കിൽ ഉള്ളിലേക്ക് ഭയങ്കര വേദന കേട്ടോ. അങ്ങനെ അറിയാതൊക്കെ കൈ തട്ടുമ്പോഴും. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. പിന്നെ ഷാ ഉണ്ട്, അയ്മനുണ്ട്. നമ്മളങ്ങനെ പോയി കൊണ്ടേ ഇരിക്കുകയാണ്. കറക്റ്റ് പ്ലേസൊക്കെ ഓൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ പോയി. അല്ലാണ്ടൊന്നും ചോദിക്കേണ്ടതൊന്നും വന്നില്ല കേട്ടോ. 3 വർഷം മുമ്പ് ഞാൻ അക്കൗണ്ടിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പരിചയമായതാണ് കേട്ടോ ആളെ. പിന്നെ ഞങ്ങൾ ഭയങ്കര ചങ്കായി. പിന്നെ പെരുന്നാൾക്കൊക്കെ വീട്ടിലേക്ക് വരലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വല്ലാണ്ട് ചോദിക്കേണ്ടതൊന്നും വന്നില്ല. ടൗണിലെത്തിയപ്പോൾ ജസ്റ്റ് ഒന്ന് ഓഡിറ്റോറിയം ഏത് റൂട്ടിനാണെന്ന് മാത്രമേ ചോദിക്കേണ്ടി വന്നിട്ടുള്ളൂ. അപ്പോൾ വല്ലാണ്ടൊന്നും പോകേണ്ടതൊന്നും വന്നില്ല കേട്ടോ. പിന്നെ ഇതാ ഈ കാണുന്ന ആൾക്കൂട്ടം ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളവിടെ തിരക്കാൻ നിന്നില്ല. ആളെ കണ്ടുവരാമെന്ന് വെച്ചിട്ടോ. ഇത് 2 ഫ്ലോറാണ്. 2nd ഫ്ലോറിലായിരുന്നു കേട്ടോ ഓള്. പിന്നെ ആൾ ഭയങ്കര ഫോട്ടോഷൂട്ടിലാണ്. 2 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടോ. പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ ഒരാളെ കയ്യിൽ ഫോൺ ഏൽപ്പിച്ചിരുന്നു ഗൈസ്. പക്ഷേ വീഡിയോ ഞാൻ പറഞ്ഞ പോലെ ആയില്ല. കാണുമ്പോഴുള്ള ആ എക്സൈറ്റ്മെൻറ്റാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഞങ്ങൾ ഫോട്ടോ എടുക്കുന്നത് മാത്രമേ വീഡിയോ എടുത്ത് കുഴപ്പമില്ലാതെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. എങ്ങനെയായാലും ഒരു 2 വർഷമായിരുന്നോ ഞങ്ങൾ ഒരുമിച്ച് കണ്ടിട്ടോ. പിന്നെ ചാറ്റ് ചെയ്യും അങ്ങനത്തെ കണ്ടു. പക്ഷേ അങ്ങനെ കണ്ടിട്ട് കുറച്ചായിരുന്നു കേട്ടോ. അങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയിട്ടോ. എന്താ പറയുക, സദ്യ കേട്ടോ. ഹിന്ദുസിൻ്റെ കല്യാണം എന്ന് പറഞ്ഞാൽ സദ്യ ഒരു വികാരമാണ് എനിക്ക് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കല്യാണത്തിന് പോയിട്ട് സദ്യ കഴിക്കണത്. ഹിന്ദുസിൻ്റെ കല്യാണത്തിന് പോയിട്ട് സദ്യ ഉണ്ടാവണത് ഇപ്പോൾ അടുത്തൊന്നും ഞാൻ കഴിച്ചിട്ടില്ല. അങ്ങനെ നമ്മൾ ഓണത്തിന് പോയാൽ അതേപോലെ തന്നെ ഇലയൊക്കെ മടക്കിക്കണം കേട്ടോ. ആമിനൊരു ടിഷ്യൂ എടുത്ത് പോകുന്നുണ്ട് അയ്മൻ്റെ പിന്നാലെ. അയ്മൻ്റെ വായ തുടച്ചു കൊടുക്കാനാണ് കേട്ടോ. ഓക്ക് ടിഷ്യൂ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓളെ വായും അയ്മൻ്റെ വായൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കും. ഓക്ക് തുടച്ചു കൊടുക്കണം, അതാണ് ഓക്ക് ഇഷ്ടം. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചു. എന്താ പറയുക, ഫോട്ടോ എടുത്തു. എല്ലാമേ കഴിഞ്ഞു. നമ്മൾ പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ പോണ നേരത്തേക്കൊന്നും കാണാൻ ചോദിച്ചിട്ടുണ്ട്. ഭയങ്കര തിരക്ക്. അപ്പോൾ പിന്നെ പോകണമെന്നും പറഞ്ഞില്ല. ഫോൺ വിളിച്ച് മെല്ലെ കണ്ട് പറഞ്ഞു പോന്നു. അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.